ഹലോ എവരി വൺ, വെൽക്കം ടു യാനിസ്റ്റ. ഇന്ന് നമ്മളൊരു ക്രോഷ്യറ്റ് ലാപ്ടോപ്പ് കവറാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലാപ്ടോപ്പൊന്നും അധികം സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നൊരു പ്രൊജക്റ്റാണിത്. എൻ്റെ ലാപ്ടോപ്പ് ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഇതുപോലെ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഐഡിയ വന്നത്. ഇതിനു വേണ്ടി ഞാൻ സൈസ് 3 അക്രിലിക് യാണാണ് യൂസ് ചെയ്യുന്നത്, 3 കളേഴ്സിൽ. ഇത് വർദ്ധമാൻ മില്ലേനിയം എന്ന് പറയുന്ന യാണാണ്. പിങ്ക് ഫ്ലവറിനും ഗ്രീൻ ലീഫിനും അതേപോലെ ബ്ലൂ മെയിൻ കളറുമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് ഒരു ഹുക്കാണ്. 4mm ക്രോഷ്യറ്റ് ഹുക്കാണ് ഞാൻ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ യാൺ സൈസ് അനുസരിച്ച് എടുക്കാം. പിന്നെ 2 വുഡൻ ബട്ടൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ഏത് സൈസുള്ള ബട്ടൺസ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് വലുതായ വൃത്തികേടായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇടണം. ബേസിക് സ്റ്റിച്ചസിൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പഠിക്കാം. ഇനി ചെയിൻ സ്റ്റിച്ചസ് ഇടാൻ പോവാണ്. ചെയിൻ സ്റ്റിച്ചസ് ഇടേണ്ടത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ വിഡ്ത്തിനനുസരിച്ചാണ് ഇടേണ്ടത്. അപ്പം ഈ വിഡ്ത്തിനനുസരിച്ച് ഇടുമ്പം ഈ ഇടുന്ന സ്റ്റിച്ചസ് 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതായത് ഇപ്പോൾ 30 ആയിരിക്കാം, 33 ആയിരിക്കാം, 36 ആയിരിക്കാം. അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ ആവാൻ നോക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ലാപ്ടോപ്പിൻ്റെ വിഡ്ത്ത് ഇതേപോലെ നോക്കുക, ചെയിൻസ് ഇട്ടിട്ട് അതിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏത് സൈസുള്ള ലാപ്ടോപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത് ഏകദേശം റെഡി ആയി കഴിഞ്ഞാൽ അത് 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണേ. അത് കഴിഞ്ഞ് വീണ്ടും 2 ചെയിൻ കൂടെ ഇടണം. ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ കഴിഞ്ഞിട്ടാണ് എക്സ്ട്രാ 2 ചെയിൻ കൂടെ ഇടാം. ഇനി 3ാമത്തെ സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ആഡ് ചെയ്യാൻ പോവാണ്. 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ വലിച്ചെടുക്കുക. എന്നിട്ട് ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക, പിന്നെ 2ാമത്തെ ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, വലിച്ചെടുക്കുക. ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക, പിന്നത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ലാസ്റ്റ് സ്റ്റിച്ചിൽ 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇടണം. ഇത് ഞാൻ എടുക്കാൻ മറന്നുപോയതാണ്, ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ ഇടുക, എന്നിട്ട് ലാസ്റ്റ് സ്റ്റിച്ചിൽ മാത്രം 4 ഡബിൾ ക്രോഷ്യ ഇടുക. ഇനി നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വർക്ക് ചെയ്യാൻ പോവാണ്. ഞാനിപ്പം ഈ നീഡിൽ വെച്ച് കാണിക്കുന്നതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്റ്റിച്ചസ്. നിങ്ങൾക്ക് ഇങ്ങനെ ടേൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണാം. എൻ്റെ ഡാർക്ക് കളർ ആയതുകൊണ്ടാണ് ക്ലിയറായിട്ട് കാണാത്തത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ആ സ്റ്റിച്ചിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ റിപ്പീറ്റ് അടിച്ച് റിട്ടേൺ ആയിട്ട് വരുവാണ്. അപ്പോൾ റിട്ടേൺ ആയിട്ട് വരുമ്പം അടുത്ത സ്റ്റിച്ചിൽ ഇതേപോലെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെ ഇടുക. അപ്പോൾ നമ്മൾ 4 ഡബിൾ ക്രോഷ്യ ഇട്ട സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റിച്ചസ് ഇടുമ്പം ഞാൻ അതിൻ്റെ ടെയിൽ എൻഡ് കൂടെ കൂട്ടിപ്പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്യണം നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് നീഡിൽ ഉപയോഗിച്ച് വീവ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് വീവ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ മറ്റേ അറ്റം വരെ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു സ്റ്റിച്ച് കൂടെ ബാലൻസ് ഉണ്ട്, അതിൽ നമ്മൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പം ഇങ്ങനെ തന്നെയാണ് ഞാൻ നേരത്തെയും ചെയ്തത്, ഞാൻ വിട്ടുപോയി ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അപ്പം ഈ ഒരു മെത്തേഡാണ്. ലാസ്റ്റ് സ്റ്റിച്ചിൽ 4 ഡബിൾ ക്രോഷ്യ, സെയിം സ്റ്റിച്ചിൽ 4 ഡബിൾ ക്രോഷ്യ ഇടണം. 3 4 സ്റ്റിച്ചസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ റോ ഫിനിഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് കാണുന്ന സ്റ്റിച്ചിൻ്റെ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു യാൺ വലിച്ചെടുക്കുക. ഈ ഒരു സ്റ്റിച്ചിലേക്കാണ് യാൺ വലിച്ചെടുക്കുക. എന്നിട്ട് ആദ്യത്തെ ലൂപ്പ് 2ാമത്തെ ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ചായി. അപ്പോൾ നമ്മൾ ഈ ഒരു റോ ഫിനിഷ് ചെയ്തു. ഇത് നമ്മുടെ ഇതിൻ്റെ ബേസാണ് ലാപ്ടോപ്പിൻ്റെ. ഒന്നുകൂടെ ഇങ്ങനെ വെച്ചിട്ട് മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് അടുത്ത റോയിലേക്ക് കിടക്കാം. അടുത്ത റോ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയിൻ 2 ചെയ്യാം. എന്നിട്ട് എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഇട്ടിട്ട് നമ്മളിങ്ങനെ സർക്കുലറായിട്ട് റൗണ്ടിൽ നമുക്ക് കിട്ടും, അതായത് ചുറ്റി വരാം നമുക്ക്. എന്നിട്ട് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ പോയിൻ്റ് തന്നെ എത്തും. ആ രീതിയിൽ എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. അപ്പോൾ ഞാൻ ആ ഒരു റോ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി ഈ ലാസ്റ്റ് സ്റ്റിച്ച് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്.
ഒരേ സമയത്ത് 2 റോ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ സർക്കുലറായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട്. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു യാൺ വലിച്ചെടുക്കുക, ആദ്യത്തെ ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പിലൂടെ വലിച്ചെടുക്കുക, അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ചായി. ഇനി ഇതേപോലെ ഞാൻ ഒരു റോ കൂടെ ചെയ്യാൻ പോവാണ്. അതിന് ചെയിൻ 2 ചെയ്യുക. എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ഈ ഒരു സംഭവം നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഓരോന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സൈഡിലൊന്നും ഇൻക്രീസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരൊറ്റ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തിട്ട് ഇത് സർക്കുലറായിട്ട് ചെയ്ത് വരാം. അപ്പം നമുക്ക് ഇപ്പം ആ ഒരു റോ കൂടെ ഫിനിഷ് ആയാൽ ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത റോ, അതായത് 3rd റോ ആണ് ഇത്. ഇനി ചെയിൻ 1 ചെയ്യുക. നമ്മളിത് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ലീവ്സ് ചെയ്യാൻ പോവാണ്, ഗ്രീൻ പോർഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ലീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രീൻ കളർ എടുത്തിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൽ ഇത് അറ്റാച്ച് ചെയ്യണം. ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൽ അറ്റാച്ച് ചെയ്യുക. ഇതേപോലെ ഹുക്ക് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അത് ആ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്തത് ഇതേപോലെ വലിച്ചെടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ 3 ആണ്. ഈ ചെയിൻ 3യെ 1 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഓർക്കണ്ട. സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ ചെയിൻ 3 ചെയ്യണം. എന്നിട്ട് അതേ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം. നമ്മളിപ്പോൾ ഈ ചെയിൻ 3 ചെയ്ത് നമ്മൾ ഈ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റിച്ച് ഇല്ലേ, പുതിയ കളറ്, അതേ സ്റ്റിച്ച് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ഇതേപോലെ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാണ്. എന്നിട്ട് 3ാമത്തെ സ്റ്റിച്ചിലേക്കാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. 3ാമത്തെ സ്റ്റിച്ചിലേക്ക് ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ചെയിൻ 1, വീണ്ടും അതേ സ്റ്റിച്ച് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ ലീഫിന് യൂസ് ചെയ്യുന്ന സ്റ്റിച്ച്. ഇനി ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ മതി. അതായത് 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, 3ാമത്തെ സ്റ്റിച്ചിലേക്ക് 1 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, 1 ഡബിൾ ക്രോഷ്യ. ഈ രീതിയിൽ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അത് ഫുള്ള് റൗണ്ടായിട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ പോയിന്റ് തന്നെ എത്തും. അപ്പോൾ ഞാൻ ഈ ഒരു റോ കൂടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ലീഫ് പോലെ, ഒരു പോക്കറ്റ് ലീഫ് പോലെ ഇങ്ങനെ കിട്ടും. ഇനി ആദ്യത്തെ ചെയ്തിട്ടുള്ള ആ ചെയിൻ 3യിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ചെയിൻ 1 ചെയ്തിട്ട് ഈ ഗ്രീൻ യാൺ കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഫ്ലവേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് വലിച്ചെടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിങ്ക് യാൺ എടുത്തിട്ട് അതിൽ ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. ഇനി ഇത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയിൻ 1 സ്പേസിലേക്കാണ്. അതായത് 2 ഡബിൾ ക്രോഷ്യയുടെ ഇടയിൽ നമ്മളൊരു ചെയിൻ 1 ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ട്, അതിലേക്കാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് ഇതേപോലെ ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ ചെയിൻ 2 ചെയ്യണം. ചെയിൻ 2 ചെയ്തിട്ട് സെയിം സ്റ്റിച്ച് തന്നെ 4 ഡബിൾ ക്രോഷ്യ കൂടെ ആഡ് ചെയ്യുക. ആ ചെയിൻ 1 സ്പേസിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഫ്ലവേഴ്സിനായി യൂസ് ചെയ്യുന്നത് പോപ്കോൺ സ്റ്റിച്ചാണ്. അപ്പോൾ പോപ്കോൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് 5 ഡബിൾ ക്രോഷ്യ ആണ് വേണ്ടത്. ഓൾറെഡി നമ്മൾ ചെയിൻ 2 ചെയ്തുകൊണ്ട് ഇനി 4 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യാം. നമ്മൾ ടുലിപ്പ് ഫ്ലവേഴ്സിനെ റിസംബിൾ ചെയ്യുന്ന ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലൂപ്പ് ഒന്ന് ലൂസാക്കിയിട്ട് ഹുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിൻ്റെ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം ആ ലൂപ്പ്, നമ്മൾ ലൂസാക്കി വിട്ട ലൂപ്പ് ഹുക്കിലേക്ക് എടുത്തിട്ട് ആ ലൂപ്പിനെ ആ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ടോപ്പിലൂടെ വലിച്ചെടുക്കുക. ഇതേപോലെ
വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ചെയിൻ 2 ചെയ്ത് അതിനെ സെക്യൂർ ചെയ്യുക. ചെയിൻ 2. ഇങ്ങനെയാണ് ടുലിപ്പ് സ്റ്റിച്ചസ് അഥവാ പോപ്കോൺ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഈ ഒരു സ്പേസിലേക്കാണ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ചെയിൻ 1 സ്പേസിലേക്ക് ആദ്യം നമ്മൾ 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്യണം. കാണുമ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുമെങ്കിലും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. നല്ല ഭംഗിയുള്ള സ്റ്റിച്ച് കൂടെയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അവിടെ ചെയിൻ 2 ഉണ്ട്. ആ ചെയിൻ 2ൽ പോയി ഇൻസേർട്ട് ചെയ്യരുത്. നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയിലേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതേപോലെ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫ്ലവർ കിട്ടി. ഇനി ചെയിൻ 2 ചെയ്യുക. ഇനി അടുത്ത ചെയിൻ 1 സ്പേസിലേക്ക് ഇതേപോലെ ഫ്ലവർ ആഡ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് അടുത്ത ചെയിൻ 1 സ്പേസ്. അതിലേക്കും നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു പോപ്കോൺ സ്റ്റിച്ച് ആഡ് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ഫുള്ള് ഫിനിഷ് ചെയ്യാം. ഇപ്പം ഞാൻ ഫ്ലവേഴ്സൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റോ കൂടി കഴിഞ്ഞ് ഇപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? ടുലിപ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം അതിന് വേറൊരു തന്നെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അതിനുവേണ്ടി ചെയിൻ 2 ചെയ്തിട്ടുണ്ട്. ചെയിൻ 2 ചെയ്തിട്ട് ആദ്യത്തെ ഈ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് സ്റ്റിച്ച് ഉണ്ടാവുക. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ട സ്റ്റിച്ച് ബാക്ക് സൈഡിൽ. അതിനിങ്ങനെ ടേൺ ചെയ്ത് നോക്കിയാൽ ബാക്കിൽ ഇതേപോലെ ഒരു സ്റ്റിച്ച് കാണാം. ആ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി ചെയിൻ 1 ചെയ്തിട്ട് ഈ യാൺ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് വലിച്ചെടുക്കുക. ഇനി നമ്മൾ വീണ്ടും ബ്ലൂ പോർഷൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ബ്ലൂ യാൺ സ്ലിപ്പ് നോട്ട് ഇട്ടെടുക്കുക. എന്നിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിലുള്ള ഈ ചെയിൻ 2 ഇല്ലേ, അവിടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ചെയിൻ 2 സ്പേസ് കാണാം. അതിലേക്ക് ഇതേപോലെ ജോയിൻ ചെയ്യുക. ഇനി ചെയിൻ 2 ചെയ്യുക. ഇതിന് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അതേ സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ കൂടെ ആഡ് ചെയ്യുക. അതേ ചെയിൻ 2 സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നേരെ അടുത്ത ചെയിൻ 2 സ്പേസിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അടുത്ത ചെയിൻ 2 സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 2 3. ഇനി ഇതേപോലെ എല്ലാ ചെയിൻ 2 സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വീതം ചെയ്യണം. അങ്ങനെ ഫുള്ള് റൗണ്ടായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ചെയിനൊന്നും ഇടുന്നില്ല, വെറും ഡബിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എൻഡ് ഓഫ് ദ റോ എത്തിക്കഴിഞ്ഞാൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. ആദ്യം ചെയ്തിട്ടുള്ള 3 ഡബിൾ ക്രോഷ്യയുടെ ടോപ്പിലേക്ക് ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ചെയിൻ 2 ചെയ്യുക. ഇനി എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് സ്റ്റിച്ച് നോക്കി ചെയ്യണം. ഈ ഒരു പ്രോസസ്സിൽ ചിലപ്പോൾ നമ്മൾ കൂടുതൽ സ്റ്റിച്ചിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരു 3 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് അടുത്ത 3 ഡബിൾ ക്രോഷ്യയുടെ ആ ഗ്യാപ്പിലൊക്കെ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ഓരോ സ്റ്റിച്ചിൻ്റെയും ടോപ്പ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അതായത് ഇപ്പം നമുക്ക് എത്രയാണോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എത്രയാണോ സ്റ്റിച്ച് ഇട്ടത് അത്ര തന്നെ സ്റ്റിച്ചാണ് ഇപ്പോഴും നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ അത് ഷേപ്പ് മാറിപ്പോകും കേട്ടോ. കവറിൻ്റെ അത് സെയിം ആയിരിക്കണം. അത് നിങ്ങൾ എണ്ണി നോക്കിയാൽ മതി പ്രീവിയസ് റോയിൽ അതേ സ്റ്റിച്ചാണോ ഇപ്പോഴും ഉള്ളതെന്നുള്ളത്. അപ്പം ഈ ഒരു രീതിയിൽ ഈ റോ കണ്ടിന്യൂ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അങ്ങോട്ടുള്ള പ്രോസസ്സ് ഞാൻ കാണിക്കുന്നില്ല. ഇനി ഇതേപോലെ റോ നിങ്ങൾ ആഡ് ചെയ്യണം. ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ എത്ര റോ ആഡ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. വേണമെങ്കിൽ 4 റോ ചെയ്യാം, 5 റോ ചെയ്യാം, വേണം 2 റോ ചെയ്യാം. ആവശ്യമുള്ള റോ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ റോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ചെയിൻ 2 ചെയ്യുക. എന്നിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്ലവർ ആഡ് ചെയ്യാനായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഗ്രീൻ കളർ ആഡ് ചെയ്യുക. നേരത്തെ അതേ പ്രോസസ്സിൽ തന്നെ ലീഫ് ആഡ് ചെയ്യുക, ഫ്ലവേഴ്സ് ആഡ് ചെയ്യുക. വീണ്ടും നമ്മൾ ഇതേ ഇപ്പം ചെയ്ത പോലെ തന്നെ ബ്ലൂ കളർ അറ്റാച്ച് ചെയ്തിട്ട്
ബാക്കിയുള്ള റോസ് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത്. ഇതിൽ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്യാം. ഇനി ലാസ്റ്റ് റോ എത്തുമ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഇത്രയും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത്രയും റോസ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് റോയിൽ നമുക്ക് ലൂപ്പ് ഉണ്ടാക്കണം, ബട്ടൺ ഇടാനുള്ള ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതനുസരിച്ചാണ് വെക്കേണ്ടത്. ഈ ലൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം സെൻറ്റർ സൈഡ്സിലായിട്ട് നിങ്ങൾ ഇതേപോലെ മാർക്ക് ചെയ്യണം. നിങ്ങൾക്ക് എവിടെയാണോ ലൂപ്പ് വേണ്ടത് അവിടെ. എന്നിട്ട് ഈ ലാസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ. അതിന് വേണ്ടിയിട്ട് ചെയിൻ 2 ചെയ്തിട്ട് എല്ലാ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്യുക. ആ മാർക്ക് എത്തുമ്പോൾ ഡിഫറൻസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ മാർക്ക് എത്തിയിട്ടുണ്ട്. ഇനി ആ മാർക്ക് ചെയ്ത ഭാഗം മാർക്കിങ് റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി ചെയിൻ സ്റ്റിച്ചുകൾ ചെയ്യുകയാണ്. ഞാനിവിടെ 10 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ബട്ടൺ കുറച്ചുകൂടെ വലുതാണെങ്കിൽ 12ഓ 13ഓ ചെയിൻ സ്റ്റിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതേപോലെ 10 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മളിപ്പോൾ ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ ടോപ്പിലൊരു സ്പേസ് കാണാം, അവിടേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? ഇതാണ് ഡബിൾ ക്രോഷ്യ. അതിൻ്റെ ടോപ്പിലായിട്ട് ഇതേപോലൊരു സ്പേസ് ഉണ്ടാവും, അവിടേക്ക് ആ സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ലൂപ്പുകൾ ചെയ്യുന്നത്. കണ്ടോ? ഇതേപോലെ ലൂപ്പ് കിട്ടും നമുക്ക്. ലൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഡയറക്റ്റായിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ അടുത്ത മാർക്കിംഗ് എത്തുന്നവരെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നെക്സ്റ്റ് മാർക്കിംഗ് ആണിത്. അവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ചെയിൻ 10 ചെയ്യുക, എന്നിട്ട് അതേ ഡബിൾ ക്രോഷ്യയുടെ ടോപ്പിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ലൂപ്പ് ഫോം ആവും. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഈ റോ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഒരു സൈഡിൽ മാത്രമേ ലൂപ്പ് ഇടേണ്ട ആവശ്യമുള്ളൂ, 2 സൈഡിലും ഇടരുത്. രണ്ടാമത്തെ സൈഡിൽ നമുക്ക് ബട്ടൺസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇനി ഈ റോ ഫിനിഷ് ചെയ്യാം. റോ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്ത സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ചെയിൻ 1 ചെയ്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ലൂപ്സായി. ഇനി നമുക്ക് ബട്ടൺ ആഡ് ചെയ്യണം. ബട്ടണിൽ ഇതേപോലെ ഞാൻ യാൺ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഏകദേശം പൊസിഷൻ കണക്കാക്കണം. ആ ലൂപ്പ് ഒന്ന് ഫ്രണ്ടിലേക്ക് വലിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും എവിടെയാണ് ബട്ടൺ വെക്കേണ്ടത് എന്നുള്ളത്. ആ ഒരു ഏരിയയിൽ നമുക്ക് ബട്ടൺ അറ്റാച്ച് ചെയ്യണം. ഞാൻ ഈ ഫ്ലവർ ലൈനിൻ്റെ ഇടയിൽ 5 റോ ആണ് ബ്ലൂവിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. 3ഓ 2ഓ 5ആണെങ്കിൽ 5ഓ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആ ഫ്ലവറിൻ്റെ ഡിസ്റ്റൻസ് അതിനനുസരിച്ചാണ് വരുന്നത്. ബട്ടൺ ഇതേപോലെ ഞാൻ ബാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ലോക്ക് ചെയ്യാം. നിങ്ങളുടെ ഒരു ഇത് പ്രകാരം ലോക്ക് ചെയ്താൽ മതി. സെക്യൂർ ആവണം. 2 ബട്ടണും ഈ രീതിയിൽ അറ്റാച്ച് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ലൂപ്പ് ഈ ബട്ടണിലേക്ക് ഇങ്ങനെ ഇടാൻ പറ്റും. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ബട്ടണും ലൂപ്പും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ഏകദേശം ഫിനിഷായി. ഇനി ഇതിൻ്റെ കുറച്ച് ടെയിലൻസൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ബാക്ക് സൈഡിലേക്ക് ഒന്ന് മറച്ചിടുക. എന്നിട്ട് 2 രീതിയിൽ ഫിനിഷ് ചെയ്യാം. ഒന്നെങ്കിൽ ഇങ്ങനെ ഹുക്ക് വെച്ചിട്ട് സെയിം കളറുള്ള പോർഷനിലേക്ക് തന്നെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുക. വേറെ കളറിലേക്ക് ചെയ്യരുത്, ചിലപ്പോൾ ഫ്രണ്ട് സൈഡിലേക്ക് അത് കാണും. എന്നിട്ട് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് യാൺ നീഡിൽ വെച്ചിട്ട് ഇതേപോലെ യാൺ നീഡിൽ കോർത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കത് ഏതാണോ എളുപ്പം തോന്നുന്നത് ആ രീതിയിൽ അത് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പം അത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഫിനിഷായി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാനിപ്പോൾ ഇതിൽ ലാപ്ടോപ്പ് ഇട്ടു. എന്നിട്ട് നമുക്ക് ഇതേപോലെ ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക. സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും ബൈ.